കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ലോകമെമ്പാടും ഈ മീഡിയയിൽ കൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പ്രകാരം ദൈവവചനം പഠിക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങൾ വലിയ ഭാഗ്യമായി നിങ്ങൾ കരുതണം. എല്ലാ എപ്പിസോഡുകളും കാണുവാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇതൊരു ദൈവവചന പഠന പരമ്പരയായതുകൊണ്ട് ഇടയ്ക്കുള്ള ഭാഗങ്ങൾ കാണാതിരിക്കരുത്. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വചനത്തിൽ കൂടെ ധാരാളം സത്യങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട് തുടർച്ചയായി ഈ വചനം നിങ്ങൾ കേൾക്കുവാനായി നിങ്ങളുടെ ശ്രദ്ധയെ വളരെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ദൈവവചനം ഇപ്രകാരം കേൾക്കുവാനായി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. ധാരാളം പേർക്ക് ഇത് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില ഭാഗങ്ങൾ നമുക്ക് വീണ്ടും ധ്യാനിക്കാം. നമ്മൾ പഴയ നിയമ ദേവാലയത്തിൻ്റെ സാദൃശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. 5 സാദൃശ്യങ്ങളാണ് നമ്മൾ ദൈവവചനത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അത് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. ഇത് ദൈവസഭയ്ക്ക് സാദൃശ്യമായിട്ട് പഴയ നിയമ ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിന് സാദൃശ്യമായി നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തെ അഥവാ പഴയ നിയമ ദേവാലയത്തെ പറഞ്ഞിരിക്കുന്നു. വിശ്വാസിയെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ചിന്തിക്കുകയുണ്ടായി. 5-ാമതായിട്ട് കാലങ്ങൾക്ക് സദൃശ്യമായി ദൈവവചനത്തിൽ നമുക്ക് ഈ ടാബർനാക്കലിനെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, ഓരോ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന നമുക്ക് ടാബർനാക്കിൾ ദൈവത്തിൻ്റെ സഭ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പഴയ നിയമ ദേവാലയത്തിൻ്റെ സാദൃശ്യമായി ഇവിടെ കാലങ്ങൾക്ക് സദൃശ്യം എന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 3 കാലയളവുകളെ കുറിച്ച് നമുക്ക് ഇതിനോട് ചേർത്ത് പഠിക്കുവാൻ കഴിയും. ഒന്നാമത്തെ കാലയളവ് പെന്തക്കോസ്ത് ദിവസം മുതൽ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെയുള്ള കൃപാ കാലയളവിലെ അഥവാ ഗ്രേസ് പീരിയഡിനെ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ 7 ഡിസ്പെൻസേഷൻസ് ആണുള്ളത്. 7 കാലയളവുകൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. അതിനകത്തെ ഒരു കാലയളവാണ് ഈ കാലയളവ് അഥവാ കൃപായുഗത്തിന്റെ കാലയളവ്. അത് പഴയ നിയമ ദേവാലയത്തിന്റെ പ്രാകാരത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അവിടെ ആർക്കും വരുവാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. ആർക്ക് വേണമെങ്കിലും അവിടേക്ക് ഓടി വരാം. കൃപാ കാലയളവിൽ ജീവിക്കുന്ന നമുക്കും യാഗപീഠമാകുന്ന യേശുക്രിസ്തുവിന്റെ യാഗപീഠമാകുന്ന ക്രൂശിന്റെ അരികിലേക്ക് വരുവാൻ നമുക്ക് വലിയ സ്വാതന്ത്ര്യം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ട് എന്ന് പഠിക്കുവാൻ കഴിയും. എന്നാൽ 2-ാമത്തെ സ്ഥലമായ വിശുദ്ധ സ്ഥലത്തേക്ക് അധികം ആർക്കും പ്രവേശിക്കുവാനായിട്ട് അർഹതയില്ല, അവകാശമില്ല. സാധാരണക്കാരായ ആളുകൾ വന്നാൽ പ്രാകാരത്തിൽ മാത്രമേ നിൽക്കുവാൻ അവർക്ക് അവകാശമുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധ പുരോഹിതന്മാർക്ക് കയറി ചെല്ലുവാൻ അവകാശം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് കയറി ചെല്ലുവാനായിട്ട് മറ്റാർക്കും അവകാശമില്ലാതിരിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. വിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതന്മാർക്ക് കയറി ചെല്ലാം. അതിൽ നിന്ന് നമ്മൾ ഇപ്രകാരം ഓർക്കണം, കൃപാകാലയളവ് അവസാനിക്കുന്നതോടുകൂടെ ഒരു സെപ്പറേഷൻ ആരംഭിക്കുകയാണ്. കൃപാകാലയളവിന് ശേഷം അടുത്തതായിട്ട് പിന്നീട് ഒരു 7 വർഷക്കാലം ഈ ലോകത്തിൽ ഒരു പീഡനം കടന്നു വരാനായിട്ട് ഉണ്ട്. അതിനുശേഷമായി ദൈവം യേശുക്രിസ്തു ഭൂമി സ്ഥാപിക്കുന്ന 1000 വർഷത്തിന്റെ ഒരു കാലക്കണക്ക് തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. 1000 സംവത്സരം ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച അഥവാ 1000 years ഓഫ് റെയിൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഒരു വിഷയം നമുക്ക് തിരുവചനത്തിൽ പഠിക്കുവാൻ കഴിയും. ഇപ്രകാരം 1000 വർഷം ഭൂമിയിൽ വസിക്കുന്ന ആ കാലയളവിനെ, ആ കാലഘട്ടത്തെ നമ്മൾ പഴയ നിയമ ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കുവാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് മാത്രം അവകാശമുണ്ടായിരുന്നത് പോലെ തന്നെ 1000 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ആരായിരിക്കും ഉണ്ടായിരിക്കുന്നത്? അത് അവന്റെ വിശുദ്ധന്മാർ, ക്രിസ്തുവിന്റെ വിശുദ്ധന്മാർ 1000 വർഷം ക്രിസ്തുവിനോടുകൂടെ വാഴും എന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു.
അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ ഓർക്കേണ്ടത്, ഈ കൃപാകാലയളവിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും 1000 വർഷം കർത്താവിനോടുകൂടെ വാഴുവാനായിട്ട് കാണുകയില്ല. അവരിൽ ചിലർ മാത്രമേ കാണുകയുള്ളൂ, അഥവാ ദൈവസഭയിലെ ആളുകൾ കാണുകയുള്ളൂ. അന്ന് ജീവിക്കുന്ന ആളുകൾ കാണും. അതായത് അന്ന് ജീവിക്കുന്ന ആളുകൾ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് നമ്മൾ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഇടത്തുള്ളവരെയും വലത്തുള്ളവരെയും വേർതിരിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിപ്പീൻ എന്നാണ് പറയുന്നത്. അത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ചെറിയ പങ്കാളികൾ കർത്താവിൻ്റെ സഹോദരന്മാരായ യഹൂദന്മാരെ ശുശ്രൂഷിക്കുകയും സൽക്കരിക്കുകയും അവൻ ധീരമായി കിടന്നപ്പോൾ സന്ദർശിക്കുകയൊക്കെ ചെയ്ത ആളുകൾ, വിശന്നവർ ദാഹിച്ച ആളുകൾക്കൊക്കെ അവർക്ക് വേണ്ട ഭക്ഷണപാനീയങ്ങൾ കൊടുത്തവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അത് സ്വർഗീയ രാജ്യത്തിലേക്കുള്ള പ്രവേശനമല്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ആ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ കഴിയുന്നു, രാജ്യത്തിലേക്കുള്ള പ്രവേശനം അഥവാ ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം അവർക്ക് ജീവിക്കാനുള്ള ഒരവസരം കൊടുക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, കൃപാകാലയളവിൽ ജീവിക്കുന്ന ആളുകൾ അധികം പേരും ആ സഹസ്രാബ്ദ വാഴ്ചയിൽ കർത്താവിനോടുകൂടെ വാഴുവാനായി അവിടെ കാണുകയില്ല. അവൻ്റെ വിശുദ്ധന്മാർ അന്ന് രാജ്യങ്ങളെ ഭരിക്കുന്നവരായിരിക്കും. യെശയ്യാപ്രവചനം 32-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ രാജാവ് നീതിയോടെ വാഴുന്നത് കൊണ്ട് പ്രഭുക്കന്മാർ ന്യായപാലനം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. അവന്റെ വിശുദ്ധന്മാർ 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ, ദൈവസഭയിലെ അംഗമാണ് താങ്കളെങ്കിൽ, നിശ്ചയമായും അന്ന് ഭരിക്കുവാനായി കർത്താവ് നിങ്ങളെ ഒരു സ്ഥലം ഏൽപ്പിക്കും. മാത്രമല്ല, മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിപരിശുദ്ധമായ സ്ഥലം. ആ സ്ഥലത്ത് നമുക്ക് ആർക്കും തന്നെ, പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ധാരാളമുള്ളവർ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ആണ്ടിലൊരിക്കൽ മഹാപരിഹാര ദിവസം എന്ന് പറയുന്ന വർഷത്തിന്റെ 7-ാം മാസം 10-ാം തീയതി മാത്രം ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതന് മാത്രം തന്റെ ഔദ്യോഗിക വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് ദൈവാലയത്തിലേക്ക്, ദൈവസ്ഥനിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദം കൊടുത്തിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏകദേശം 10-30 ലക്ഷം ആളുകൾ പുറത്തു നിൽക്കുന്നെങ്കിലും ഇദ്ദേഹത്തിന് മാത്രം ലഭിക്കുന്ന അപൂർവമായ ഒരവസരമായിരുന്നു ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ, അഥവാ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവകാശം. ഇത് നമ്മൾ ധ്യാനിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവം ഇത് തന്നിരുന്നെങ്കിലും പുതിയ നിയമ വിശ്വാസികൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു വസ്തുത, ഈ കാലഘട്ടങ്ങൾക്ക് ശേഷം 1000 വർഷം ഭൂമിയിൽ കർത്താവ് ഭരിച്ചതിന് ശേഷം വരുന്ന പുത്തൻ യെരൂശലേമിലേക്ക് പ്രവേശിക്കുവാൻ ഈ 1000 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാവർക്കും സാധ്യമായെന്ന് വരികയില്ല. 1000 വർഷം ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളും ഇവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ല എന്ന് പറയുന്ന ധാരാളം ആളുകൾ, അന്നും രക്ഷിക്കപ്പെടാത്ത ആളുകളുണ്ട്. യെരൂശലേമിൽ കർത്താവ് ഭരിക്കുമ്പോൾ ആ രാജ്യത്തിൽ കർത്താവിൻ്റെതെല്ലാം വാങ്ങിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിനെ രാജാവായി സ്വീകരിക്കുവാൻ സമ്മതമില്ലാത്ത ധാരാളം ആളുകൾ അന്നും കാണും. അന്ന് ഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിക്കുന്നത് പോലെ അന്ന് പ്രവർത്തിക്കാത്ത കാലഘട്ടമായിരിക്കും. ആ കാലഘട്ടത്തിലും ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെടുവാനുള്ള അവസരം ദൈവം നിഷേധിക്കുന്നില്ല. സാത്താൻ ഇവിടെ ഇല്ല. സാത്താനാണ് പലപ്പോഴും വഞ്ചിച്ച് രക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ സാത്താൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ 1000 വർഷം ഭൂമിയെ കർത്താവ് ഭരിക്കുമ്പോഴും ആളുകൾ രക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലങ്ങൾക്ക് ഒരു സദസ്യം എന്ന് പറയുമ്പോൾ 3 കാലഘട്ടങ്ങളെ അല്ലെങ്കിൽ 3 കാലങ്ങളെ സാദൃശ്യപ്പെടുത്തി നമുക്കത് പഠിക്കുവാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ചില സാദൃശ്യങ്ങൾ പഠിക്കുകയുണ്ടായി ദൈവവചനത്തിൽ നിന്ന്. ഈ ദേവാലയവുമായിട്ട്, പഴയ നിയമ ദേവാലയത്തിന്റെ 5 സദസ്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ദൈവ സഭയ്ക്ക് സാദൃശ്യമായി പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ക്രിസ്തുവിന് സാദൃശ്യമായി പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ വിശ്വാസിക്ക് സാദൃശ്യമായി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 4-മതായിട്ട് നമ്മൾ ചിന്തിച്ചത് സ്വർഗങ്ങൾക്ക് സദൃശ്യമായി നമ്മൾ തിരുവചനത്തിൽ പഴയ നിയമ ദേവാലയത്തെ ചിന്തിക്കുകയുണ്ടായി. 5-മതായിട്ട് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് കാലഘട്ടങ്ങൾക്ക് അല്ലെങ്കിൽ കാലങ്ങൾക്ക് സദൃശ്യമായി പഴയ നിയമ ദേവാലയം നിലകൊള്ളുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്രകാരം ദൈവം പഴയ നിയമത്തിൽ സ്ഥാപിച്ചു കൊടുത്ത ആ ദേവാലയത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് ധ്യാനിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അടുത്തതായിട്ട് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് അതിൻ്റെ പ്രാകാരത്തെക്കുറിച്ച് തിരുവചനം എന്താണ് പറയുന്നത്. ആ കോർട്ടിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മൾ പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 19 വരെയുള്ള 10-11 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഈ പ്രാകാരത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം കാണുവാൻ കഴിയും. രണ്ടാമതായിട്ട് പിന്നീടുള്ള അല്പം കൂടെ വിശദമായിട്ടുള്ള ഒരു പ്രതിപാദനമാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും കാണുവാൻ കഴിയുന്നത്. ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ എടുത്ത് വായിക്കണം. സ്ക്രീനിൽ കാണുന്ന ഈ റെഫറൻസ് നിങ്ങൾ നോട്ട് ബുക്കിനകത്ത് എഴുതി നിങ്ങളത് ഒന്ന് വായിക്കുകയും ഈ വചനം കേട്ടതിന് ശേഷം നിങ്ങൾ എപ്പോഴും സമയമുള്ളപ്പോൾ നിങ്ങളത് പ്രാർത്ഥനയോടെ ഇത് വായിക്കുകയും ദൈവസന്നിധിയിൽ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ സത്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ കാര്യം കൂടെ നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ഈ പ്രാകാരത്തിന്റെ വിശേഷതയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ വിശദീകരണം പറയുമ്പോൾ 100 മുഴം നീളം, ഏകദേശം 450 അടി നീളത്തിലാണ് ഈ പ്രാകാരം സ്ഥിതി ചെയ്യുന്നത്. അഥവാ ധാരാളം ദേവാലയത്തിന്റെ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു പോർഷൻ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. പ്രാകാരത്തിലാണ് സാധാരണയായി ആളുകൾ എല്ലാവരും വന്ന് നിൽക്കേണ്ടതായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നീളമുള്ള ഒരു ഭാഗമായിട്ട് നമുക്കതിനെ പഠിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ 50 മുഴം വീതിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ ഏകദേശം നമുക്ക് 150 അടിയോളം വീതിയുള്ള ഒരു ഭാഗമായിട്ട് ദേവാലയത്തിന്റെ പ്രാകാരത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 5 മുഴം ഉയരം എന്ന് പറയുമ്പോൾ ഏകദേശം 7.5 അടിയിൽ അധികമായിട്ട് ഉയരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രാകാരത്തെ സംബന്ധിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും അവിടെ എല്ലാ ആളുകൾക്കും വരാം. അവിടെ ഇസ്രയേല്യനായ ഏതൊരു മനുഷ്യർക്കും വരാമെന്ന് മാത്രമല്ല, അന്ന് ജീവിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും ആ ദേവാലയത്തിന് മുറ്റമാകുന്ന ആ പ്രാകാരത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും. അത് വരിക മാത്രമല്ല, അവിടെ മറ്റ് യാതൊരു ശല്യവുമില്ലാതെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ആ പ്രാകാരത്തിലായിരുന്നു നമ്മൾ 84-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു. നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്ന് കോരഹന്റെ മക്കൾ പാടുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, നമുക്ക് പ്രാകാരത്തിലേക്ക് സ്വാതന്ത്ര്യത്തോടെ എല്ലാ ആളുകൾക്കും ചെല്ലാം എന്നുള്ള ഒരു സത്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രാകാരത്തിലേക്ക് ചെന്നാൽ അവിടെ എന്താണുള്ളത്? അവിടെ ഒരു ദൈവത്തിന്റെ യാഗപീഠം അവിടെ കാണുവാനായിട്ട് കഴിയും. യാഗപീഠത്തിന്റെ അരികിലേക്ക് ആർക്കും ചെല്ലുവാനായിട്ട് കഴിയും. പ്രാകാരത്തിൽ ചെല്ലുന്ന ആള് ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത് അതിനകത്തിരിക്കുന്ന യാഗപീഠമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സ്ഥലത്ത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവന് ഓടി വരാം എന്നുള്ളതാണ്. പ്രാകാരത്തിൽ വന്ന ദേവാലയത്തിന്റെ പ്രാകാരത്തിന്റെ ആ സ്ഥലത്തേക്ക് വരുവാൻ എല്ലാ മനുഷ്യർക്കും ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതുപോലെ തന്നെ ലോകത്തിന്റെ 5 വൻകരകൾ ജീവിക്കുന്ന ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വരുവാൻ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അത് മാത്രമല്ല, ആ പ്രാകാരം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനെ ചുറ്റുപാടുമായിട്ട് 60 തൂണുകളാൽ ചില ശീലകൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. 20 തൂണുകളാണ് 2 ഭാഗത്തായി. അങ്ങനെ 40 തൂണുകൾ അവിടെ ദൈവം വെച്ചിരിക്കുകയാണ്. താമ്ര ചുവടിന്മേൽ ഉറപ്പിച്ചിരിക്കുന്ന ആ തൂണുകളിൽ മേലാണ് അവിടെയുള്ള മരശീലകൾ തൂക്കിയിട്ടിരിക്കുന്നത്. വെള്ളശീലകൾ തൂക്കിയിട്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ മുൻഭാഗത്തും പിറകുഭാഗത്തുമായിട്ട് 10 തൂണുകളുടെ ശീലകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അപ്പോൾ അങ്ങനെ 40, 20, 60 തൂണുകളിലാണ് ഈ ശിലകൾ തൂക്കിയിട്ടിരിക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് ഇപ്രകാരം പഠിക്കാൻ കഴിയും. 60 എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സംഖ്യയായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ദൈവവചനത്തിൽ 6മായി ബന്ധപ്പെട്ട് 6-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. 6ന്റെ ഗുണിതങ്ങളായി വരുന്ന 60 ആ സംഖ്യ മനുഷ്യന്റെ സംഖ്യയായിട്ട് നമുക്ക് ചിത്രീകരിക്കാനായിട്ട് കഴിയുന്നു. 666 ആന്റിക്രൈസ്റ്റിന്റെ സംഖ്യയായിട്ട് തിരുവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദാവീദിനെതിരായി നിന്ന ഗോലിയാത്തിന്റെ മുഴത്തെക്കുറിച്ച് 6 മുഴമായി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ദൂര സമമരുഭൂമിയിൽ ആ എബ്രായ ബാലന്മാർ നമസ്കരിക്കുവാനായി നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തിന്റെ ഉയരം 60 മുഴമാണെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഇപ്രകാരമൊക്കെ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു സംഖ്യയാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു രേഖ കിട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, മനുഷ്യർക്ക് എല്ലാവർക്കും യഥേഷ്ടം വരാകുന്ന ഈ ലോകത്തെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്ന പ്രാകാരം ഈ ലോകവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ ഈ മറശീലകൾ തൂക്കിയിട്ടിരിക്കുന്ന തൂണുകൾ ശ്രദ്ധിച്ചാൽ ആ തൂണുകൾ, ദേവാലയത്തിന്റെ തൂണുകളെ ഒരു വിശ്വാസിയുമായി നമുക്ക് സാദൃശ്യപ്പെടുത്തുവാൻ കഴിയും. എന്താണ് അങ്ങനെ ഞാൻ പറയുവാൻ കാരണം? നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡുകൾ ചിന്തിക്കുകയുണ്ടായി, വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതൽ എവിടെയാണ് നിൽക്കുന്നത്? വെള്ളി ചുവടിന്മേലാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ ഈ ലോകത്തിൽ അവരെ ഉറപ്പിക്കാമായിരുന്നു. ഈ മണ്ണിനകത്തേക്ക് ആ തൂണുകളെ ഉറപ്പിച്ച് നിർത്താമായിരുന്നു. മറ്റ് ലോഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വെള്ളി ദൈവം തിരഞ്ഞെടുക്കുന്നു. അതിന് ദൈവത്തിന് ദേശമുണ്ടായിരുന്നു. മാത്രമല്ല, ആ വെള്ളി ചുവടിനകത്തേക്ക്, ആ കുറ്റിക്കകത്തേക്ക് ദൈവം ഈ തൂണുകൾ ഉറപ്പിക്കുവാനായി പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും ഈ ലോകക്കാരല്ല എന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. നമ്മളെ നിർത്തിയിരിക്കുന്നത് നല്ല ഉറപ്പുള്ള ഒരു സ്ഥലത്താണ്. നമ്മൾ 40-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നുവെന്നും എന്നെ നിലവിളി കേട്ടുവെന്നും പറഞ്ഞിട്ട് പറയുന്നു, അവൻ എന്നെ പാറമേൽ നിർത്തി. ക്രിസ്തു ആകുന്ന പാറമേൽ വീണ്ടെടുക്കപ്പെട്ട ആ വെള്ളി ചുവടിന്മേലാണ് ഒരു വിശ്വാസി നിൽക്കുന്നത്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ ആരും ഈ ലോകക്കാരല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകവുമായിട്ടുള്ള ബന്ധം അത്രമാത്രമേ ആകാവുള്ളൂ. ഈ ലോകത്തിൽ ഒരു വേർപാട് ആചരിക്കണമെന്ന് കർത്താവിന് നമ്മളെക്കുറിച്ച് വളരെ ആഗ്രഹമുണ്ട്. നമുക്കറിയാം, ശിമോൻ പത്രോസിന്റെ പടകിലേക്ക് കർത്താവ് കയറിയ ഉടനെ ആദ്യം ചെയ്ത ഒരു കാര്യം കർത്താവിനോട് പറയുകയാണ്, ഈ പടക് ഒരല്പം നീക്കണം എന്ന് പറയുകയാണ്. വേർപാട് യേശുക്രിസ്തുവിനെ അംഗീകരിച്ച, യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച ഏതു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കണം എന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ കർത്താവിന് അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രസംഗിക്കാമായിരുന്നു. എന്നാൽ കർത്താവ് അങ്ങനെ ചെയ്തില്ല. പത്രോസിനോട് പറയുന്നു, നീ ഈ പടക് ഒരല്പം കൂടെ നീക്കണം. ജനക്കൂട്ടം ധാരാളം വന്ന് നിൽക്കുമ്പോൾ ശിമോനുള്ള പടക് മാത്രം കരയിൽ നിന്ന് അല്പം നീങ്ങി യേശുവുമായി നിൽക്കുകയാണ്. അവന് അഭിമാനിക്കുവാൻ കഴിയും, കർത്താവുള്ള പടക് എത്ര സന്തോഷമുള്ള പടകാണ്, അത് നിറയുന്ന പടകാണ്, അത് അനുഗ്രഹിക്കപ്പെട്ട പടകാണ്. അതൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ധന്യമായ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് കാണുവാൻ കഴിയും. ഇതിൽ നിന്ന് നമ്മൾ ഓർക്കുക, ഒരു വിശ്വാസിയെ ദൈവം ഇവിടെ വെള്ളി ചുവടിന്മേൽ നിർത്തിയിരിക്കുന്നു. ആ ചുവടിന്മേൽ നിർത്തിയിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോ ദിവസവും വേർപാട് അനുഷ്ഠിച്ച് ജീവിക്കുവാൻ, ഈ ലോകക്കാരല്ലാതെ ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവവചനം പറയുന്നു, നമ്മൾ പരദേശികളാണ് എന്നാണ്. നമ്മൾ പരദേശികളായതുകൊണ്ട് ഈ ലോകക്കാരല്ലാതെ ജീവിക്കാം. നിത്യതയുടെ പ്രത്യാശ നമ്മുടെ അന്തരാത്മാവിൽ എന്നും ഉയർന്നു വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനം ഇത്രയും നേരം കേട്ടുകൊണ്ടെന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിൽ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകക്കാരല്ലാതെ നമുക്ക് ജീവിക്കാം. കർത്താവ് പറഞ്ഞു, അവർ ഈ ലോകക്കാരല്ലാത്തതുകൊണ്ട് ലോകം അവരെ ഭയക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പക അനുഭവിക്കുന്നെങ്കിൽ, ലോകത്തിലുള്ള പക അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവപക്ഷത്താണ്. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്ന ആരും ദൈവത്തിന്റെ സ്നേഹിതനാകുകയില്ല എന്ന ദൈവവചനം പറയുന്നത് കൊണ്ട് നമുക്ക് കർത്താവിന്റെ സ്നേഹിതരാകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഹല്ലേലൂയ. അപ്പാ നല്ല സമയത്തിനായി സ്തോത്രം 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 സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന കർത്താവേ, കുടുംബത്തിൽ ആ വിധത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിശ്വാസത്തോടെ ഞങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല ട്രീറ്റ്മെന്റുകൾ എടുത്ത് ഇനി ഒരാശയ്ക്കും വകയില്ലെന്ന് അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ വിധി എഴുതിയ പലരും പല സ്ഥലങ്ങളിലുണ്ട്. അവർക്ക് എല്ലാവർക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ അന്ന ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഹൃദയത്തെ പകർന്ന ശേഷം അവളുടെ മുഖം പിന്നെ വാടിയില്ല. അങ്ങനെയാണെങ്കിൽ വാടാത്ത മുഖത്തോടെ, ഹല്ലേലൂയ, വാടാത്ത ഒരു ഹൃദയത്തോടെ, അകത്തൊരു വലിയ ബലം പ്രാപിച്ച് ദൈവം എനിക്ക് തരുമെന്നുള്ള ഉറപ്പോടെ ഈ മീഡിയയുടെ മുമ്പിൽ നിന്ന് എഴുന്നേൽക്കുവാൻ അല്ലെങ്കിൽ അനേകരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലരുടെയും ഉദരത്തെ അടച്ചു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ദുഷ്ടന്റെ കൈകൾ അവിടെ നിന്ന് വലിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. തലമുറയെ കൊടുക്കത്തിൽ നിന്ന് വാദിച്ചു നിൽക്കുന്ന ഹല്ലേലൂയ ശാരീരിക പ്രശ്നങ്ങൾ ഇട്ട് ഹല്ലേലൂയ ശരീരത്തിൽ ഊനമിട്ട് തലമുറയെ കൊടുക്കാതുകൊണ്ട് അതിനെ അടച്ചു വെച്ചിരിക്കുന്ന ഹല്ലേലൂയ സകലതും തുറന്നു വരുവാനായി, സകല ബ്ലോക്കുകളും മാറിപ്പോകുവാനായി ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പറയുന്നു, ഞാൻ വാതിലുകളുടെ ഓടാമ്പലുകളെ നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. മാത്രമല്ല ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ മച്ചിയെ ഹല്ലേലൂയ ഹല്ലേലൂയ മക്കളുടെ അമ്മയായി ഹല്ലേലൂയ സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കുടുംബത്തിനകത്ത് സന്തോഷത്തോടെ വസിക്കുവാൻ അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നീച്ചിലെ ദിവസങ്ങളിൽ സഹായിക്കുമെന്നുള്ളതിനാൽ സ്തോത്രം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പലവർക്കും ഹല്ലേലൂയ ഹല്ലേലൂയ അതിനെ നഷ്ടപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവരെ സഹായിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ കൺസീവ് ചെയ്തിരിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഇനി ആശയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ 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 ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്ന ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ ഗർഭസ്ഥ ശിശുക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഊനമില്ലാതെ അത് പുറത്തു വരട്ടെ, പൂർണ്ണ വളർച്ചയോടെ പുറത്തു വരട്ടെ. ഹല്ലേലൂയ, സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾക്ക് താവേ ഹല്ലേലൂയ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം ജീവനുള്ള പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.